വെൽക്കം ബാക്ക് ടു ചിന്നൂസ് വേൾഡ്. എല്ലാവർക്കും ചിന്നൂസ് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ബീട്രൂട്ട് പ്ലം കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ചേരുവകളാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ആദ്യം തന്നെ ഇത് 1 കപ്പ് മൈദയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് 1/4 സ്പൂൺ പട്ട പൊടിച്ച കറുവപ്പട്ട പൊടി, ഇത് 1/4 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ, ഇത് 1/4 സ്പൂൺ ജാതിക്ക പൊടിച്ചത്. പിന്നെ എൻ്റെ അടുത്തൊരു മീഡിയം സൈസായിട്ടുള്ള ബീട്രൂട്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്, അതിൻ്റെ പകുതിയാണ് ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. 50 ഗ്രാം ബട്ടർ, 2 സ്പൂൺ ഓറഞ്ച് ജ്യൂസ്, നമുക്ക് മുസംബി ജ്യൂസും ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. 2 മുട്ട, 1/4 കപ്പ് പഞ്ചസാര, വാനില എസൻസ്, പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ഉള്ളതിനനുസരിച്ച് ഇട്ടാൽ മതി, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. എൻ്റെ അടുത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നു എന്നുള്ളൂ. കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി, വെളുത്ത മുന്തിരി, കറുത്ത മുന്തിരി, ഒരു 4 ഈന്തപ്പഴമാണ്, പിന്നെ 5 പിസ്ത, ഒരു 4 അണ്ടിപ്പരിപ്പ്, ഒരു 4 ബദാം. ഇതെല്ലാം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മൾ ആദ്യം എടുത്തു വെച്ചിരുന്ന 1 കപ്പ് മൈദയാണിത്. ആ മൈദയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/4 സ്പൂൺ ജാതിക്കപ്പൊടിയും, 1/4 സ്പൂൺ കറുവപ്പട്ട പൊടിയും, 1/4 സ്പൂൺ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇതെല്ലാം കൂടെ ചേർക്കുന്നു. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ്, അത് ഞാൻ ആദ്യം ഇൻഗ്രീഡിയൻസ് കാണിച്ചപ്പോൾ പറയാൻ വിട്ടുപോയതായിരുന്നു. ഒരു നുള്ളു ഉപ്പ് കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്തിട്ട് ഒരു 3 പ്രാവശ്യം ഇതിനെ നന്നായിട്ട് അരിച്ചെടുക്കാം. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ 1 കപ്പ് മൈദയിലേക്ക് 1/4 സ്പൂൺ ജാതിക്കാപ്പൊടി, 1/4 സ്പൂൺ കറുവപ്പട്ട പൊടി, 1/4 സ്പൂൺ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ 1/4 സ്പൂണ്, ഒരു നുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായി 3 പ്രാവശ്യം അരിച്ചു വെച്ചിരിക്കുന്നതാണ്. നന്നായിട്ട് ഈ ചേരുവകളെല്ലാം ഒന്ന് മിക്സ് ആവാനും പിന്നീട് നമുക്ക് ഈ കട്ടയൊന്നും ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. 3 പ്രാവശ്യം അരിച്ചു വെച്ചിരിക്കുന്നതാണ് ഇത്. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കാനുള്ള കേക്ക് ടീൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. എൻ്റെ അടുത്തുണ്ടായിരുന്നൊരു അലുമിനിയത്തിൻ്റെ പാത്രമായിരുന്നു ഇത്. നമുക്ക് സ്റ്റീലിൻ്റെയോ ഏത് പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അതിനകത്ത് ബട്ടർ പേപ്പർ വയ്ക്കാം. ഇനി ബട്ടർ പേപ്പർ ഇല്ലാത്തവർ പ്ലെയിൻ പേപ്പർ, നമ്മൾ സാധാ A4 ഷീറ്റ് പേപ്പർ ഉണ്ടല്ലോ, ആ പ്ലെയിൻ പേപ്പർ നമ്മൾ എണ്ണയിൽ മുക്കിയിട്ട് ഇതിനകത്ത് വെച്ചാൽ മതി. നല്ല രീതിയിൽ അത് ബട്ടർ പേപ്പർ പോലെ ബട്ടർ തേച്ചാലും മതി, ഇല്ലെങ്കിൽ ഓയിൽ തേച്ചാലും മതി. എന്നിട്ട് ഇത് അതിനകത്തേക്ക് പേപ്പർ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഞാനിപ്പോൾ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. എൻ്റെ അടുത്ത് ബട്ടർ പേപ്പർ ഇല്ലായിരുന്നു, അതുകൊണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇതിനകത്തേക്ക് മിക്സിക്കകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് ആ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കാം. ഇത് നമ്മളിവിടെ നന്നായിട്ട് മുട്ട ഒരു മിനിറ്റോളം അടിച്ചെടുത്ത മുട്ടയാണിത്. അതിനകത്തേക്ക് നമ്മൾ ബീട്രൂട്ട് ആഡ് ചെയ്യുന്നു. ഈ ബീട്രൂട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതാണ് നമ്മൾ ബീട്രൂട്ട് പഞ്ചസാരയും മുട്ടയും കൂടെ നന്നായിട്ട് അരച്ചെടുത്തതിലേക്ക് ബീട്രൂട്ട് ഇട്ട് അരച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ബട്ടർ, നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 50 ഗ്രാം ബട്ടറും ഓറഞ്ച് ജ്യൂസും കൂടെ ചേർത്ത് അടിച്ചെടുക്കാം. ഇതാണ് നമ്മൾ അതിനകത്തേക്ക് ബട്ടറും ഓറഞ്ച് ജ്യൂസും കൂടെ ആഡ് ചെയ്ത് ഒരു ക്രീമി ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് അല്പം വാനില ഫ്ലേവർ ഒഴിക്കാം. ഇത് ജസ്റ്റ് ഒരു സെക്കൻഡ് മാത്രം ഒന്ന് കറക്കിയെടുക്കാം മിക്സിയിൽ തന്നെ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന പൊടി, മൈദയും മറ്റ് മിക്സറുകളെല്ലാം കൂടി അരിച്ചു വെച്ചിരിക്കുന്നത് കുറച്ചായിട്ട് ആഡ് ചെയ്ത് ഒന്ന് കറക്കിയെടുക്കാം മിക്സിക്കകത്ത്. ഇത് നമ്മൾ പൊടി ചേർത്ത് 2 പ്രാവശ്യമായിട്ട് ഞാനിത് കറക്കിയെടുത്തതാണ്. അത് ഏകദേശം ഒരു കുഴമ്പൻ ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒറ്റ സെക്കൻഡ് മാത്രം ഒന്ന് കറക്കിയെടുക്കാം. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്, കണ്ടോ.
ഇനി ഇത് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ടിന്നിനകത്തേക്ക് ഒഴിക്കാം. ഇതാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്ററാണ്. നമുക്കിനി അത് അടുപ്പത്ത് വയ്ക്കാം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ ജസ്റ്റ് ഒന്ന് പാറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് ഞാൻ കേക്ക് അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കാറുള്ളത്. നമുക്ക് എല്ലാവർക്കും ഇതുപോലത്തെ ഒരു പാൻ ഉണ്ടായിരിക്കും. അതിനകത്ത് അത് മീഡിയത്തിന് ലോയ്ക്കും ഇടയ്ക്ക് ഞാൻ തീ കത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അകത്ത് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്, നമുക്ക് എന്തെങ്കിലും ഒരു പാത്രം വെച്ചാൽ മതി. അകത്ത് ഞാൻ വെച്ചിരിക്കുന്നത് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൻ്റെ അകത്തുള്ള ഇതാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. അടപ്പെടുത്ത് ഒരു 5 മിനിറ്റ് ഇതേ സെയിം തീയിൽ, നമ്മൾ ഏത് തീയിലാണോ കേക്ക് അടപ്പത്ത് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സെയിം തീയിൽ തന്നെ നമ്മൾ അത് 5 മിനിറ്റോളം അടപ്പത്തേക്ക് വയ്ക്കുക. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ നമുക്കൊരു ഹോളുണ്ട്. ആ ഹോള് ഒന്ന് അടച്ചു വയ്ക്കുക. ഓക്കെ, ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളിതെടുത്തു. സെയിം ചൂടിൽ തന്നെയാണ് നമ്മളിനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ അതിനകത്തേക്ക് ഇറക്കി വയ്ക്കുന്നു. കേക്കിൻ്റെ ബാറ്റർ നമ്മൾ അതിനകത്തേക്ക് ഇറക്കി വെച്ചു. ഇനി അത് നമ്മൾ കവർ ചെയ്ത് വെക്കുന്നു. ഇനി ഇത് ഒരു 35 തൊട്ട് 40 വരെ മിനിറ്റാണ് ഞാൻ അകത്ത് വെക്കുന്നത്. നമുക്ക് നോക്കാം.